അല്ലേ? അപ്പൊ എന്തിട്ട് ഗിഫ്റ്റ് എനിക്ക് തരാം? സീരിയസ്ലി എൻ്റെ 10 പൈസ എല്ലാം ഹലോ ഗായ്സ്, എല്ലാവർക്കും പിക്കി കപ്പിൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സേഫ് ആയിരിക്കുന്നു വിശ്വസിക്കുന്നു ഗായ്സ്. അപ്പം ഞങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നത്. അപ്പോൾ അതാ നമ്മളുടെ പുതിയ വീഡിയോ ഇതാ ഇവിടെ സ്റ്റാർട്ട് ആവാണ്. ഹാപ്പി ബർത്ത്ഡേ ടു യു നീലേട്ടാ. നമ്മൾക്കൊരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞ ദിവസം. എനിക്കറിയാം ഇവര് ഒട്ടും റൊമാൻറ്റിക് അല്ല എന്ന്. അപ്പൊ ആക്ച്വലി ആ കുട്ടീനോട് ആരോ പറഞ്ഞിട്ടുണ്ട്. നീയാണോ പറഞ്ഞത് റൊമാൻറ്റിക് അല്ലാന്ന്? നമ്മളെ ഇടയിൽ നിൽക്കുന്ന രഹസ്യം നീയാണോ പറഞ്ഞു കൊടുത്തത്? എനിക്ക് ആ കുട്ടിക്ക് ഞാൻ മനസ്സിലായടാ, കള്ളി തന്നെയാണ്. പിന്നെ എന്നിട്ടാ അപ്പൊ പിന്നെ നമ്മളെ എവിടേക്ക് പോണത്? അമ്പലത്തേക്കല്ലേ പോണേ? 9:30 മണി. നമ്മൾ ഏത് അമ്പലത്തേക്കാ പോണേ? കാരണം വേറെ എല്ലാം അമ്പലം അടച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ കൊറേ അമ്പലത്തിൽ പോകാൻ വിചാരിച്ചു. പിന്നെ ഇനി തിരിച്ചു വരുന്ന വഴിയില് നമുക്ക് ബീഫ് അല്ലെങ്കിൽ ചിക്കൻ വാങ്ങിക്കണം. നമ്മൾ ചെറിയൊരു ബിരിയാണി വെക്കാന്ന് വിചാരിച്ചിട്ടുണ്ട്. പിന്നെ പാൽപ്പായസം വെക്കാന്ന് വിചാരിച്ചിരിക്കണു. എങ്ങനെ വെക്കാനാണ്? ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും വില്ലൻ ഇവനാട്ടോ. ഭയങ്കര പാവാണ്, സൈലന്റാണ്. പക്ഷേ ഇവൻ ഒപ്പിക്കുന്നത് എന്താ നിങ്ങൾക്ക് അറിയില്ല ഗൈസ്. ഇവരെല്ലാരും കടിക്കും പിച്ചും മാന്തും. ഇപ്പൊ തന്നെ ഒരു പിച്ച് മാംസം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനോ പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ സങ്കടക്കുഞ്ചുണ്ട്. ഒന്നും പറയാൻ പറ്റില്ല, ഒന്നും ചീത്ത പറയാൻ തല്ലാൻ ഒന്നും പറ്റില്ല. അപ്പോഴേക്കും അവൻ കരഞ്ഞു വിളിക്കും. പക്ഷെ മറ്റുള്ളവർ കാശിനെല്ലാം നന്നായി കടിക്കും പിച്ചും മാന്തൊക്കെ ചെയ്യും. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ എന്റെ മോനെ നിൽക്കും. അല്ല കണ്ണ പ്ലീസ് പോവല്ല. അല്ലോ അച്ഛനെ പിറന്നാളാണെന്ന്. അച്ഛന്റെ ബർത്ത്ഡേ ആണ്. അച്ഛനെ വിഷ് ചെയ്തതിനു. അല്ലോ അച്ഛനെ വിഷ്. അച്ഛാ ഹാപ്പി ബർത്ത്ഡേ ടു യു പറഞ്ഞ. അച്ഛാ ഹാപ്പി അയിനു. അച്ഛാ ഹാപ്പി ബർത്ത്ഡേ ടു യു പറ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇത് കേക്കട്ടെ, നമുക്ക് പുറത്തു പോണ്ട. നമുക്ക് ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ഡിയർ അച്ഛൻ. ഹാപ്പി ബർത്ത്ഡേ ടു അച്ഛാന്ന് വിളിച്ചേ. അതിനെ വിളിച്ച അച്ഛാന്ന്. ഉമ്മ എന്ന് പറഞ്ഞേ. ഉമ്മ എന്ന് പറഞ്ഞേ. നമ്മള് കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട്. നമ്മളെ തൊട്ട് മുന്നിലായിട്ട് ഒരുപാട് കളിപ്പാട്ടങ്ങൾ നിരത്തി വെച്ചിട്ടുണ്ട്. ഇതിന്റെ മുന്നിൽ നിന്ന് എങ്ങനെ നമ്മൾ ഇനി കൊണ്ടുപോകുന്നിക്ക്? കാരണം ഞങ്ങളെ പിള്ളേര് ഭയങ്കര അപ്ഡേറ്റ് ആണ്. ഇപ്പോഴേ തന്നെ ഇങ്ങനെ നമ്മളെ കാര്യങ്ങൾക്കൊക്കെ ചൊറിയാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലേ? നന്നു നല്ലി എത്തിച്ചൊക്കെ നോക്കാൻ തുടങ്ങിയിരിക്കുന്നു കുട്ടികൾ. പേടിന് വെടി അല്ല ഇടി അല്ല അതന്നെ പരക്ക. അച്ഛൻ വന്നിട്ടുണ്ട് മോൻ എടുക്കാനായിട്ട്. മോൻ എടുക്കൂ. മോൻ റെഡി ആയിരിക്കുന്നുണ്ടല്ലേ അച്ഛനെടുക്കാൻ വേണ്ടിട്ട്. ഇപ്പം സമയം 9:45 അല്ല കേട്ടോ, 10:15 അപ്പം ഞങ്ങൾ ആദ്യം വിചാരിച്ച പണിക്കാട്ടിൽ അമ്പലത്തിൽ പോകാമെന്ന്. പക്ഷെ അങ്ങോട്ട് പോകാൻ നേരം ഉണ്ടായിരുന്നില്ല. ഈ സമയത്ത് അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ എന്തായാലും നടക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ വേഗം കൊടുങ്ങല്ലൂർ കിട്ടും. അപ്പോൾ ഇവിടെ ആണെങ്കിൽ അത്യാവശ്യത്തിന് തിരക്കൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ അത്രയും തിരക്കുണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് നല്ല രീതിക്ക് തന്നെ ദേവിനെ കാണാൻ സാധിക്കും. ഗുരുവായൂരൊക്കെ പോലെ ഭയങ്കര ഇടി സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല. ഇവിടെ എത്ര വലിയ തിരക്കാണെങ്കിലും ക്യൂ നിൽക്കേണ്ടി വരും നടവരെ. പക്ഷേ അവിടെ നിന്ന് നമുക്ക് ദേവിനെ ഒന്ന് വ്യക്തമായി ഒന്ന് കാണാനൊക്കെ സാധിക്കും. അപ്പം നമ്മുടെ അയനൂസും അല്ലൂസും അപ്പുറത്തും ഇപ്പുറത്തും ബോളും അതുപോലെ തന്നെ കളിപ്പാട്ടങ്ങളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ കണ്ണ് വെച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾ വിചാരിച്ച് തിരിച്ചു വരുന്ന വഴിക്ക് വാശി പിടിച്ചാൽ മാത്രം വാങ്ങിച്ചു കൊടുക്കാം എന്നുള്ള രീതിയിലുണ്ട്. കാരണം നമ്മൾ അധികം അങ്ങോട്ട് പ്രോത്സാഹിപ്പിക്കേണ്ട, എന്ത് സാധനം പുറത്തുമ്പോൾ വാങ്ങിച്ചു കൊടുക്കണം ഈ ഒരു കേസ്. അപ്പം നമ്മൾ ഇതേ വഴിപാടൊക്കെ കഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ നടയിലുള്ളിലേക്ക് കയറാം. അവിടേക്ക് പോകുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫോണൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. ഫോണൊക്കെ നമ്മൾ എടുത്ത് വെക്കണം. അപ്പം എന്താ നമ്മൾ തൊഴുതിറങ്ങിയിട്ടുണ്ട്. വിചാരിച്ചത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാനെന്താ മതിയോ?
ഇല്ല നൈനി അതില്ല, അതവിടെ കണ്ട അത് പൊട്ടിയതാണ്. അത്ര ഉള്ളൂ കേട്ടാ, അത്ര ഉള്ളൂ. കണ്ട അതൊക്കെ അവിടെ തമ്പായില് അവിടെ പൊട്ടണതാണ് കേട്ടോ. അതൊക്കെ കാണിച്ചെന്നില്ലേ ഈ അവിടെ 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 അതൊക്കെ നോക്കി ചേട്ടൻ നിൽക്കുന്നുണ്ട്. ഗുഡ് ബോയ് ആയിട്ട് ചേട്ടൻ നിൽക്കുന്നുണ്ട്. നന്നൂന് അവിടെ പടക്കം പൊട്ടിയപ്പോൾ ഭയങ്കര പേടിയുണ്ട്. അവിടെ നിന്ന് മാത്രമല്ല എവിടെയായാലും ഇടി കുടുങ്ങാലും അവന് ഭയങ്കര പേടിയാണ്. അപ്പോൾ അതേ നീൽച്ചേട്ടൻ പോയിട്ട് പ്രസാദം വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് 2 ചിരടും വാങ്ങിച്ചു കൈമ കെട്ടാൻ വേണ്ടിയിട്ട്. കാലത്ത് ഞാൻ കുറച്ച് കുറുക്ക് കൊടുത്തിട്ട് കൊണ്ടുവന്നത്, പക്ഷെ മലര് കണ്ടപ്പോൾ രണ്ടുപേരും കൊതിയായിട്ടാണ്. പിന്നെ ഇവിടെ ആണെങ്കിൽ നമ്മൾ ഒത്തിരി പേര് അറിയണതുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും വന്ന് സംസാരിച്ചു. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കുറേ പേരെ കണ്ടു. അതേപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കുറേ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു. അവരൊക്കെ വന്ന് നമ്മുടെ അടുത്ത് സംസാരിച്ചിട്ട് അപ്പോൾ ഭയങ്കര സന്തോഷമായി. ഹായ് കൊടുത്തേ, അല്ല ഹായ് പറയ്. ആ ഇറങ്ങണ്. ശരി കേട്ടോ. അപ്പോൾ അതേ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ് കേട്ടോ. ഇനി വീട്ടിൽ പോയിട്ട് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. നമ്മളതേ ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ സമയം 10:45 ഇനി ബീഫ് അല്ലെങ്കിൽ ചിക്കൻ ബീഫ് കിട്ടുമോ നോക്കണം. കാരണം ഈ സമയം നമ്മൾക്ക് എന്തായാലും കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് നിൽച്ചേണ്ട പിറന്നാളല്ല, ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. പിറന്നാളൊക്കെ കഴിഞ്ഞ് പോയിരുന്നു കേട്ടോ. അന്ന് ആഘോഷങ്ങളൊന്നും നടത്തിയില്ല. ഞങ്ങൾ ഹീറോ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇന്ന് ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പോണ വഴിയിൽ നമ്മൾ മസാല ദോശ കഴിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു ഒരു കടയിൽ. അതിന് നല്ല കുട്ടിയായിരുന്നുണ്ട്. അവന് സ്വയം കഴിക്കുന്നുണ്ടായിരുന്നുണ്ട്. നിഖിൽച്ചേട്ടൻ്റെ പ്ലേറ്റ് ചെയ്യുന്നത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷം. എവിടെയെങ്കിലുമൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കഴിക്കുമ്പോൾ തന്നെ നമുക്കൊരു സമാധാനമാണ്. പക്ഷെ അല്ലു ആണെങ്കിൽ നല്ല വാശിയിലായിരുന്നു. അവന് വാരി കൊടുത്തിട്ട് പോലും അവൻ കഴിക്കുന്നുണ്ടായിരുന്നില്ല. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വരുന്ന വഴിയിൽ ബീഫ് ചോദിച്ചു. അപ്പോൾ ബീഫ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതേ ഒരു കടയിൽ കയറിയിട്ട് എന്തായാലും ചിക്കൻ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അഞ്ചു ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സവാള അരിഞ്ഞു വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അവിടെ അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇനി നേരെ ചെന്ന് ബിരിയാണി അരി അടുപ്പത്തിടാം, അതേപോലെ തന്നെ ചിക്കൻ അടുപ്പത്തിടാം. വേഗം സടപ്പടയെന്ന് പണി കഴിക്കണം നമുക്ക്. ചേച്ചി എന്തായി? നന്നായിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടല്ലോ, ഐറ്റംസ് ഉണ്ടല്ലോ. നമ്മൾ ഇഡ്ഡലി പാത്രത്തിലാട്ടോ നമ്മളിപ്പോൾ അരി വയ്ക്കാമെന്ന് വിചാരിച്ചത്. കാരണം ഇതിലാവുമ്പോൾ ദമ്മിടാനും സുഖമായിരിക്കും. അരി വെന്തിട്ട് അതിൻ്റെ മുകളിൽ കറിയിട്ടിട്ട് ദമ്മിടാനും കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. നമുക്ക് ഇഡ്ഡലി പാത്രത്തേക്ക് നെയ്യ് ഒഴിച്ചു. അതിൽ കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചോപ്പ് ചെയ്ത വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് മറ്റേ ബിരിയാണി പാക്കറ്റിലുള്ള എല്ലാ സംഭവം, മറ്റേ ഗ്രാമ്പൂ, പിന്നെ അങ്ങനെ മറ്റേ നക്ഷത്രം പോലുള്ള സംഭവങ്ങൾ, താക്കോൽ പത്രിയോ ജാതി പത്രിയോ അതൊക്കെ ഇട്ട് കൊടുക്കണേ.
തൊട്ടപ്പുറത്ത് തന്നെ പഞ്ചു ചേച്ചി സവാള വയറ്റി തുടങ്ങി ചിക്കൻ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും എനിക്ക് ഭയങ്കര ടെൻഷനുണ്ട്. കുറേ നാളായി ബിരിയാണി വെച്ചിട്ട്. ബിരിയാണി വെക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരി കറക്റ്റ് വേവിന് കിട്ടിയാൽ മതി, കുഴഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ രണ്ടും കൽപ്പിച്ച് വെക്കാണ് കേട്ടോ ഞങ്ങൾ. വീഡിയോയില് ഞാൻ വരില്ല, കുറച്ച് മേക്കപ്പ് ഇടാന്ന് വിചാരിച്ചു. നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ അത് എവിടെയുണ്ട്, ഹാളിലുണ്ട്. എല്ലാവരും മേക്കപ്പ് ചെയ്ത് നിർത്തിയിട്ടുണ്ട് കേട്ടോ വീഡിയോ എടുക്കണോണ്ട്. അപ്പോൾ ചേട്ടൻ എന്തൊക്കെ കൊടുങ്ങല്ലൂർ വരെ പോയിട്ട് വരാമെന്ന് പറഞ്ഞു. കേക്കും സാധനങ്ങൾ വാങ്ങിക്കണം, പിന്നെ ചേട്ടൻ എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങിക്കാണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്ത് ഇരുന്നിട്ട് അല്ലൂസ് ഇരുന്ന് എന്നെ ഡബ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല കേട്ടോ, ഇങ്ങനെ പി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അരി കുതിർത്തി വെച്ചത് ഞാൻ ഒന്നും കൂടി ഒന്ന് കഴുകി എടുക്കാം. പാക്കറ്റിൽ ചെയ്തിരിക്കുന്നത് 1 മണിക്കൂറോളം വെച്ചിട്ട് കുതിർത്തി വെക്കാൻ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഞങ്ങൾക്ക് അത്രയധികം സമയമൊന്നും കിട്ടിയില്ല കേട്ടോ, ഒരു അരമണിക്കൂർ ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ അഞ്ചു ശേഷി അപ്പുറത്ത് ചിക്കനിലേക്കുള്ള സവാളയും തക്കാളിയൊക്കെ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ അരിക്കുള്ള വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് ഇട്ടെടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടെടുത്തിട്ടുണ്ട് ഒന്ന് കളറിന് വേണ്ടിയിട്ട്. സമയം 1 മണിയാവുന്നു. ബർത്ത്ഡേ ബോയ്ക്ക് വല്ലതും തരൂ? ഇടാൻ പറ്റുമോ? എന്റെ പേരിലും ഇടാനാണ് ഉദ്ദേശിച്ചത്. എവിടെയെങ്കിലും ഇട്. ഹാപ്പി ബർത്ത്ഡേ. അതാണ് എന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടി. ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടി. ആരാടാ ഇത്? ഹാപ്പി ആണോടാ നീ? അല്ലേ? അപ്പൊ എന്തിട്ടാ ഗിഫ്റ്റ് എനിക്ക് തരാം? എല്ലാം തീർന്നു. ഇപ്പൊ ഉള്ളത് എന്റെ കയ്യില് ഞാനും എന്റെ വില മതിക്കാനാവാത്ത 2 കുട്ടികളുമാണ്. അപ്പൊ ഈ മോതിരം എനിക്കാണ്. ബർത്ത്ഡേ ഗിഫ്റ്റ്. അതല്ല, നീ തന്നെ എന്റെ ഗിഫ്റ്റ് അല്ലേ? അത് പല സന്തോഷമായി എനിക്ക്. ഹാപ്പി ആണോടാ നീ? ഇവിടെയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ടൊക്കെ നല്ല സ്മെല്ല് വരണ്ട. നിങ്ങൾക്ക് സ്മെല്ല് കിട്ടില്ലല്ലോ. പക്ഷെ ഞങ്ങൾ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കുട്ടിപ്പട്ടാളങ്ങൾ എല്ലാവരും ഇവിടെ വന്നല്ലേ. എന്താണോ തല്ലുടിക്കല്ലേ? അച്ഛമക്കൾ തല്ലുടിക്കല്ലേ? വാ. എന്താണ്? ഇല്ലടാ ഇല്ലടാ. കാശിക്കുട്ടനെ തല്ലിയത് എന്തിട്ടാ കാശി വായില് തന്നെ ചാച്ചിക്കിതാ എന്തിട്ടുള്ളത്? ഇതാ മറ്റേത് സബർജില് തിന്നിരിക്കണ സബർജിലാണ്. അവന്റെ സുരക്ഷിതമായ കരങ്ങളിലേക്ക് ഓടിപ്പോയിട്ടുണ്ട്. അയിനു ധാരത് അയിന് മോനെ ആരത്? കച്ചറക്കാരുണ്ട്. പോട്ടെ പോട്ടെ പോട്ടെ. ചിക്കൻ അപ്പത്തേ ആയിട്ടുണ്ട്. അതേപോലെ തന്നെ അപ്പുറത്ത് അരിയും ആയിട്ടുണ്ട്. അരി ഒരു 3/4 ഭാഗം, ഒരു 80% വെവായിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും ദമ്മൊക്കെ ഇടുമ്പോൾ ഒന്നും കൂടി ഒന്ന് ആവിൽ കിടന്ന് വെവുമല്ലോ. അപ്പോൾ ഞാൻ മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ വെള്ളത്തിൽ. അതായത് കളർ ആഡ് ചെയ്യാണ്ട് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തത്. അപ്പോൾ എസെൻസ് കുറച്ചധികം വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നും തെളിച്ചു കൊടുത്തിട്ടുണ്ട്. ഓക്കെയാണ് വെവ്, റൈസിൻ്റെ വെവ് ഓക്കെയാണ്. ഇനിയിപ്പോൾ എന്താണത് അഞ്ചു ചേച്ചി അപ്പോൾ കിസ്മിസൊക്കെ വറുക്കാണ് കേട്ടോ. സവാളൊക്കെ വറുത്ത് വെക്കണം നമുക്ക്. അരി വെന്തു, ചിക്കൻ വെന്ത് 3/4 സമാധാനം. അല്ല, ചിക്കൻ വെന്ത് 3/4 ഭാഗമായിട്ടുണ്ട്. പക്ഷെ നമുക്ക് ബിരിയാണി നമുക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. അരി വെച്ചിട്ടിട്ടുണ്ട്. ഞങ്ങൾ ദമ്മ അടിപൊളി ബിരിയാണിയാവും അല്ലടാ. ശരിക്കും കണ്ടോ ഈ ഒരു ക്രിസ്മി രസം വരുന്ന കഴിക്കും. നിന്റെ അഞ്ചു ചേച്ചി വാങ്ങിച്ചെന്ന് ചെയ്താണ് കേട്ടോ. സോ ബ്യൂട്ടിഫുൾ. ഇപ്പൊ കമന്റ് അടിപൊളി എന്തൊരു സെൻസാ. അഞ്ചു സെലക്ഷൻ ഒക്കെ സൂപ്പർ.
ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. എന്താ തയ്ച്ചിടാത്ത നീ അത്? എനിക്ക് പിറന്നാൾ വരുന്നുണ്ട്. പിറന്നാളിന് എനിക്ക് അവിടെ ഡ്രസ്സ് മേടിച്ചു തരും. അപ്പൊ രണ്ടും കൂടെ മേടിച്ച് കൊടുക്കാനാ. പിറന്നാളിന് ഡ്രസ്സ് മേടിക്കാതെ എന്റെ ഇഷ്ടമാണ്. ഗിഫ്റ്റ് ഞാൻ മേടിച്ചു തരും. ക്യാമറ ശരിക്കും പിടിക്കണേ. ഞാനിങ്ങനെ പിറന്നാളിന് ഡ്രസ്സ് മേടിക്കാൻ പറഞ്ഞു. കഴിഞ്ഞ പിറന്നാളിന് ഇവിടെ ചോദിച്ച് മേടിച്ചാണത്. കഴിഞ്ഞ പിറന്നാളിനല്ലേ? ഈ പിറന്നാളിന് ഞാൻ പറഞ്ഞു. കഴിഞ്ഞ പിറന്നാൾ കഴിഞ്ഞ വർഷത്തെ പിറന്നാൾ. കഴിഞ്ഞ വർഷത്തെ പിറന്നാൾ ഞാൻ അങ്ങനെ പറഞ്ഞില്ല. പക്ഷെ ഞാൻ എനിക്ക് എന്താ കാണിച്ചത്? ടോപ്പും മിഠായി ചോക്ലേറ്റും. ഓ ഉറക്കം വരുമ്പോ കുപ്പി കൊണ്ട് ഇതെല്ലാം അടിച്ച് പരത്തി അത് മൂറ് കഴിക്കുമ്പോ പാറു പറയണേ അമ്മ പതുക്കെ കീഴ്. പക്ഷെ അതെ അവൻ അടിക്കാൻ വിചാരിച്ചിട്ടില്ല. ഞാനാ പറഞ്ഞത് പാറു ചേച്ചിയുടെ കുപ്പിന് പാറിച്ച് കൊണ്ടു കൊടുക്കും. നേരെ ചെന്ന് മോന്തിക്ക് ഒരു കുത്തുത്തി. അത് സ്റ്റീലിന്റെ കുപ്പിയായിരുന്നു. ഇത് മോളെ പ്രാണം പോയി. ഞാൻ വീഡിയോ എടുത്തിട്ട് നാട്ടുകാർ ഫുള്ള് കാണിച്ചിട്ടുണ്ട്. ഇനി ജീവിതകാലം ഫുള്ളും ഇതിന് മായൂല പറഞ്ഞു. നമ്മുടെ 2 ഐറ്റംസും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ആളെ പരിപാടിയിലാണ്. അപ്പോൾ കുറച്ച് പൂത്തന്നല്ല, അതേപോലെ തന്നെ നമ്മൾ വറുത്ത് കോരി വെച്ച അണ്ടിപ്പരിപ്പ്, മുന്തിരി, സവാള ഒക്കെ അരിയുടെ മുകളിലിട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ഈ കറി ഇടാൻ പോണത്. അപ്പോൾ കറി കുറച്ച് ഗ്രേവി ആയിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ എൻ്റെ ഈ നോൺ വെജ് കറിക്ക് എല്ലാത്തിലും കുറച്ച് ഒരു മുൻതൂക്കത്തിലുണ്ടാവും കേട്ടോ. അപ്പോൾ ഏട്ടൻ വരുമ്പോൾ ഒരു ബീഫ് കറി വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഏട്ടനോട്. അപ്പോൾ ചോറ് അമ്മയ്ക്ക് വേണ്ടി നീക്കി വെക്കട്ടെ. പിന്നെ അപ്പോൾ ഇതിൽ കുറച്ച് നെയ്യ് നമുക്ക് മുകളിൽ വെക്കാം. മനസ്സിലായോ? നമുക്ക് നെയ്യും ഇഷ്ടമല്ല. അപ്പൊ അമ്മയ്ക്ക് വേണ്ടിയുള്ള ചോറ് നമ്മൾ മാറ്റി വെച്ചു. ഇനി നമുക്ക് ചിക്കൻ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഗ്രേവി നോട്ടെ അല്ലേ? കുറച്ചുകൂടി ഡ്രൈ ആക്കിയിട്ട് നോക്കി ഗ്രേവി വേണ്ട മഴയാണോ? ഇതിലേക്ക് നമ്മള് ഇടാൻ പോവാണ് കേട്ടോ. ഓക്കെ അപ്പോഴാണ് നമ്മൾ ദമ്മിടുമ്പോ എന്താ ചെയ്യണമെന്ന് അറിയിക്കും. നമ്മൾ മറ്റേ ദോശക്കല്ലേ അതിന്റെ അത് ചൂടാക്കിയിട്ട് അതിന്റെ മുകളിൽ കീറ്റി വെക്കണം. അല്ലാണ്ട് ഡയറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ കടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. മനസ്സിലായോ? കുറച്ച് ഗ്രേവിയും കറി വാങ്ങി കുറച്ച് ബാക്കി വെക്കുക അല്ലേ? എന്തായാലും വെക്കാം. ബിരിയാണി ടേസ്റ്റ് ഇല്ലെങ്കിൽ പൊറോട്ട വാങ്ങിച്ചിട്ട് കഴിക്കാം നമുക്ക്. ശരി. ഇത് കീത്തുന്റെ മാത്രം ടെക്നിക്കാണ്. അല്ല യെസ്, കീത്തിന്റെ ഭയങ്കര ബുദ്ധിപരമായ നീക്കം ഗൈസ്. അല്ല ചോറ് അടി പിടിക്കണം വെച്ചിട്ടുണ്ട്. ഇത് ചൂടാക്കിയിട്ട് ഇതിന്റെ മുകളിൽ വെച്ച വെറുതെ. ചോറ് ഓൾറെഡി വെന്തിട്ടുള്ളതല്ലേ, ഞാൻ പിടിച്ചിട്ട് അടി പിടിച്ചത്. അത് അടച്ച് നന്നായിട്ട് വെച്ചാൽ മതി അല്ല? തീർന്നു അടച്ചു വെക്കാമല്ലോ വീട്. സിമ്മിലിട്ടോ ഈ പാത്രം കാണി പൊട്ടിത്തെറിച്ചേക്കല്ലോ. പോരെ ഒരു 10 മിനിറ്റ് കേട്ടോ. ഒരു വെറൈറ്റി സാധനമായിരിക്കും ഇത് അല്ലേ? എന്തിനാണ് ഇങ്ങനെ കളിയാക്കുന്നത്? സംഭവം വെറൈറ്റി ആയിട്ടുള്ള സാധനം നമ്മൾ ഇതിൽ കുറച്ച് മല്ലി ഇല ഇട്ട് കൊടുക്കും. മല്ലിയില ഇടണോ? എനിക്ക് മല്ലിയില ടേസ്റ്റ് ഇഷ്ടം. വേണ്ട, പുതിന ഇട്. പുതിന അങ്ങനത്തെ ഇലകളൊന്നും നമുക്ക് ഇഷ്ടമല്ല. മാസ് അമേരിക്കൻ തന്നെ. ചേച്ചി മനസ്സിലായിട്ടുണ്ടായിരുന്നു നിക്കിന്റെ ഫോട്ടോ ഞാൻ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട്. മാസ്മരിക്കും ദുൽഖർ സൽമാൻ. എനിക്ക് ഹാപ്പി ബർത്ത്ഡേ DQ എന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞു DQ വിടാറായില്ലല്ലേ മോളെ. അതെ, എനിക്കിട്ടൊരു പണി തിന്നേ എന്നെ കാണാൻ ദിദിയോണിനെ പോലെ പറഞ്ഞിട്ട് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ട് അതിനെന്നെ ആൾക്കാർ വന്ന് തെറി വിളിച്ചപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് സമാധാനം ഞാൻ പകരം വിടിത്തരാം. ദുൽഖർ സൽമാൻ പോലെ ഉണ്ടാവും എന്നെ കാണാൻ പോസ്റ്റ് ഇടും.
ദുൽഖർ സൽമാന്റെ ആരാധന വന്ന് ആയുധം വെച്ചുള്ള കളിയൊക്കെ നമ്മളാണ്. ഓക്കെ, ആയുധം വെച്ചുള്ള കളിയൊക്കെ മോനെ മോനെ മോനിന് എനിക്ക് പറ്റി മുഴുവൻ കട്ടിയാല് കട്ട് ചെയ്തോ. ഇവരുടെ പിറന്നാള് ഗംഭീരായി. ബിരിയാണി വെച്ചോണ്ട് നമുക്കൊന്നും തുറന്നാക്കിയല്ലടാ എൻ്റെ അവസ്ഥ. ദമ്മിട്ടിട്ട് ഒരു 10-15 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കുകയാണ് ഗൈസ്. എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് പലരും പല തരത്തിലുള്ള ദമ്മിടുക. അപ്പോൾ എനിക്ക് എൻ്റെ വലിയമ്മ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ടൈപ്പിലാണ്, അല്ലെങ്കിൽ തിളച്ച വെള്ളത്തിൻ്റെ മുകളിൽ കയറ്റി വയ്ക്കാനൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്, കുഴപ്പമില്ല. ഏകദേശം ഒരു 60-65% നമ്മുടെ ബിരിയാണി സക്സസ് ആയി എന്ന് തന്നെ വിചാരിക്കാം. ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അവരൊക്കെ പറയട്ടെ. കൈ പിടിച്ചാൽ കടലോളം എസൻസ് ചോദിച്ചാ ഇനിയാണോ വേണ്ട? അവിടെ ക്ലാസ്സിലിരിക്കണ്ടേ? അതെ, മറ്റേ ചോറ് പറഞ്ഞ കയ്യിലോണ്ട് ഇളക്കുമായിരുന്നു. എന്തിന് പാളകൾ എന്തിനാണത് ഇങ്ങനെ കൊടുത്തേണ്ടി വരൂലു. ഓ സ്മെല്ലില്ലാത്തോണ്ടുണ്ടല്ലോ, കരളാണ് പൊടഞ്ഞു പോകണോ. ഇവിടെ കമന്റ് അടിക്കും. കരൾ കഴുത്ത് ലവേഴ്സ് ഉണ്ടാവുകയല്ലേ ചിക്കനൊക്കെ. അപ്പോൾ ചോറും കറിയൊക്കെ നല്ല മിക്സായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അഞ്ജു ചേച്ചി പറയണ്ടായിരുന്നു കുറച്ചും സ്മെല്ലിൻ്റെ ഒരു കുറവുണ്ടെന്ന് പറയണ്ടായിരുന്നു. അതെനിക്ക് എവിടെയാണെന്ന് മനസ്സിലാവില്ല. പിന്നെ ഞാൻ നെയ്യൊന്നും അധികം ഒഴിച്ചില്ല കേട്ടോ, കാരണം നെയ്യ് ഒഴിച്ചേ ഇല്ല. അമ്മയ്ക്ക് അത് പറ്റാത്തതുകൊണ്ട് അത് കുറച്ച് കുറവാണ് ഇട്ടത്. മിഷൻ സക്സസ്. നോട്ട് ബാഡ്. ബാഡാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കീത്തോട് തലയ്ക്കാൻ പറ്റും. പാറുമോൾക്ക് ഒരു ലെഗ് പീസും കുറച്ച് ചോറും സലാഡൊക്കെ എടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പതുക്കെ തിന്നു തുടങ്ങിയിട്ടുണ്ട്. ബിരിയാണി ആയതുകൊണ്ട് എന്തായാലും കഴിച്ചോളും. എരിവുണ്ട് മേമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു, കുറച്ച് എരിവുണ്ട്. പിന്നെ അഞ്ജു ചേച്ചി പറഞ്ഞ പോലെ തന്നെ കുറച്ച് സ്മെല്ലിൻ്റെ കുറച്ച് കുറവുണ്ടെന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ അതേ ഞങ്ങൾ സെർവ് ചെയ്യുകയാണ് ഓരോരുത്തർക്കായിട്ട്. നിഖിൽ ചേട്ടനും അതേപോലെ തന്നെ നമ്മുടെ ദിശേട്ടനൊക്കെ ആയിട്ട്. അപ്പോൾ അച്ഛന് ചെറുതായിട്ട് സുഖമില്ലാണ്ടിരിക്കുകയായിട്ട്, ചെറിയൊരു പനിക്കോളുണ്ടായിരുന്നു. അപ്പോൾ അച്ഛന് കുറച്ച് മതി എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് ബിരിയാണി എടുത്തിട്ടുണ്ട് അച്ഛന് വേണ്ടിയിട്ട്. അല്ല ഇപ്പൊ ഒരു ഇതില്ല അതെ ആ സാധനം. ബർത്ത്ഡേക്ക് ഇത്രയും നല്ല ബിരിയാണി ഉണ്ടാക്കി തന്ന കീത്തുവിനും അഞ്ജുവിനും എൻ്റെ നിറഞ്ഞ നാളെ ഇതേപോലത്തെ ഉണ്ടാക്കി തരണം. അഞ്ജുവിന്റെ പിറന്നാളിന് അതെ സ്പോൺസേർഡ് ബൈ അഞ്ജു. ഞാൻ ഉണ്ടാക്കി തരും നിനക്ക്, സ്പോൺസറായ മട്ടൻ. അപ്പം നിഖിലേട്ടൻ നല്ല കമൻസ് ആണ് പറഞ്ഞത് കേട്ടോ, അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതായത് നമ്മുടെ ഏട്ടനോടും അതേപോലെ തന്നെ അച്ഛനോടും ചോദിക്കാം എങ്ങനെയുണ്ടെന്ന് ബിരിയാണി. അല്ല ഇത് ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയത്. പിന്നെ വേറൊരു സാധനം ചെയ്തിട്ടില്ല. അങ്ങനെ ചൂട് കിട്ടാൻ വേണ്ടി വേറെ സാധനങ്ങളോ മറ്റൊന്നുമില്ല, കളറോ ഒന്നും ചെയ്തിട്ടില്ല. വളരെ നന്നായിട്ടുണ്ട്. ചോറിൻ്റെ ഇതൊക്കെ നല്ല നന്നായിട്ടുണ്ടോളെ. ആണുങ്ങൾ അങ്ങനെ 3 പേരും കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട്, പിള്ളേരും കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ഞങ്ങൾക്ക് കഴിക്കണം. ഇപ്പോൾ സമയം 3 മണി ആവാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും പോയിട്ട് കഴിക്കട്ടെ. കുറച്ച് കൊതിയുണ്ട്. അതിനിടയിൽ ഇതേ മഴക്കാർ വന്നിട്ട് അമ്മ ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് വരികയാണ്. അങ്ങനെ അമ്മയും കഴിക്കണം. അമ്മയ്ക്കൊരു കറി ബീഫ് കറി വാങ്ങിച്ചു വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മയുടെ ചോറ് കുറച്ചുകൂടി ഒന്ന് ഉറച്ചു പോയി, കാരണം അമ്മയുടെ ചോറ് ദമ്മിടുന്നേക്കാൾ മുന്നെടുത്ത് വെച്ചുള്ള കുറച്ചും കൂടി ഒന്ന് ഉറച്ചു പോയി ചോറ്.
നമ്മുടെ 3 എന്താ പറയുക വീരപ്പന്മാർ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കളിക്കാനായിട്ട്. ഇപ്പം ഒട്ടും പറ്റാറില്ല പുറത്ത് കളിക്കാനായിട്ട്. മഴയില്ലെങ്കിലും ഇപ്പോൾ വിടാറില്ല, കാരണം നല്ല കൊതുകിൻ്റെ ശല്യമാണ്. അതിലൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊതുക് കടിച്ചിട്ടുണ്ടെങ്കിൽ ആ കുരു ഇങ്ങനെ മാന്തി പൊട്ടിച്ച് ചോരൊക്കെ വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പുറത്ത് കളി ഇപ്പോൾ ഭയങ്കര കുറവാണ്. ഇപ്പോൾ തക്കം കിട്ടിയപ്പോൾ 3 പേര് ഉറങ്ങിയാണ്. അപ്പം ഇറങ്ങിയതാണ്. അപ്പോൾ ഭയങ്കര കളിയിലാണ്. ചെരുപ്പൊക്കെ എടുത്തിട്ട് ഞങ്ങളിതേ ചോറിനോടിരിക്കുകയാണ് കേട്ടോ ഗൈസ്. അങ്ങനെ ആസ് യൂഷ്വൽ എന്താ പറയുക ഉച്ചരിഞ്ഞിട്ടും സാധാ രീതിയിൽ തന്നെ പോയി. ഇപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ഫുഡ് വാങ്ങിക്കണം, കാരണം കുറച്ച് കറി ഇരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ചപ്പാത്തി എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏട്ടൻ. അപ്പോൾ ചപ്പാത്തി വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്കുള്ള ബീഫ് കറിയും ഇരിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് എന്തെങ്കിലും കറിയും ചപ്പാത്തിയും വാങ്ങിച്ചാൽ ഉഷാറായിട്ടുണ്ട്. എന്റെ പിറന്നാളിന് ഞാൻ തന്നെ ഇനിഷ്യേറ്റീവ് വീണ കണ്ണാടിക്കൈയിൽ കല്യാണം കണ്ടു കാക്കാത്തിക്കിളി. ആക്ച്വലി ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനത്തെ എക്സൈറ്റ്മെന്റിൽ ഞാൻ എന്റെ കേക്ക് തുറക്കാൻ നോക്കി. നമ്മള് ആനിവേഴ്സറി സെയിം കേക്ക് ഗിഫ്റ്റ് ഫോർ മീ, സോറി ഫ്രം മീ. ഓക്കെ ചേട്ടാ. തേനൂറും സ്വാന്തനമായി ആലോലം കാറ്റ് രാഗവും കൊറേ നേരമായി കാണ്ടെന്ന് പറഞ്ഞോണ്ടിരിക്കണേ. പെയ്തൊഴിയും എവിടെ വേനെടുത്ത കാശിക്ക് എവിടെ വേദനെടുത്ത വരുമ്പോ എവിടെ വേനെടുത്തത്? ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ. ചാച്ചിന്റെ മടിയിലിരിക്കുക. എല്ലാരും വാ, കമോൺ, അവിടെ കൂടെ ഓൺ ചെയ്താ ഹാപ്പി ബർത്ത്ഡേ ടു ഹാപ്പി ബർത്ത്ഡേ ടു യു ഹാപ്പി ബർത്ത്ഡേ ടു യു ഹാപ്പി ബർത്ത്ഡേ ടു യു
നല്ല കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ദേ ചേച്ചിയും ചേട്ടനും അമ്മ അച്ഛനൊക്കെ ദേ കൊടുത്തോണ്ടിരിക്കുകയാണ് നിഖിലേട്ടന്. നമ്മുടെ പിള്ളേർ സെറ്റും ഉണ്ട് ഒപ്പം. ഇനിയിപ്പോൾ ഭയങ്കര വാശിയിലായിരിക്കും, കാരണം 3 പേർക്കും കത്തി വേണം കേക്ക് കട്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്രാവശ്യം ഞാൻ ഗിഫ്റ്റ് ഒന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ എന്താ ഫ്രെയിമൊന്നും വാങ്ങിക്കണ്ടെന്ന് വിചാരിച്ചു. വെറുതെ എന്തിനാ, ഫ്രെയിമൊക്കെ നമ്മുടെ വീട്ടിലുണ്ട്. അതിന് ഷർട്ടായാലും ഞാൻ വെഡിങ് ആനിവേഴ്സറിക്ക് വാങ്ങിച്ചു കൊടുത്തു. എന്തൊക്കെയാണ് ആവശ്യമുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഞാൻ വെഡിങ് ആനിവേഴ്സറിക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തൽക്കാലം ഇപ്പം നമുക്ക് പ്രത്യേകിച്ചൊരു നിഖിലേട്ടൻ്റെ ആവശ്യം ഇല്ല. അപ്പോൾ വെറുതെ ഒരു എന്താ പറയുക, ഒരു പൊളിച്ചയ്ക്ക് വേണ്ടി വാങ്ങിക്കണ്ടല്ലോ എന്ന് ഞാനും വിചാരിച്ചു. അങ്ങനെ ഇപ്രാവശ്യം ഞാൻ ഒന്നും വാങ്ങിച്ചില്ല, കേക്ക് വാങ്ങിച്ചു. അപ്പോൾ ചേട്ടൻ എന്തോ വാങ്ങിച്ചിട്ടുണ്ട്. ചേട്ടൻ എന്താ വാങ്ങിച്ചത് നമുക്കൊന്ന് നോക്കാം. അപ്പോഴേക്കും നമ്മുടെ 3 വീരപ്പന്മാർ ഇടിയായിട്ടാണ്. അപ്പോഴേക്കും ചേച്ചി 3 പേർക്കും 3 പാത്രത്തിലാക്കി കൊണ്ടു കൊടുത്തിട്ടുണ്ട്. പല്ലൂസിനാണെങ്കിൽ ഈ കത്തി വേണം. അവൻ ഈ കത്തി വെച്ചിട്ട് അതിങ്ങനെ മുറിക്കണം. നമ്മളിങ്ങനെ കേക്ക് കട്ട് ചെയ്യുന്നത് കാണല്ലോ അവർ. അപ്പോൾ അതേപോലെ അവന് മുറിക്കണം. അപ്പോൾ അവൻ്റെ കയ്യിൽ നിന്നാണെങ്കിൽ ഐനൂസ് വാങ്ങിച്ചിട്ടുണ്ടോ ആ കത്തി. ഐനൂസിൻ്റെ കയ്യിൽ നിന്നാണെങ്കിൽ കാശ് വാങ്ങിച്ചിട്ടുണ്ടോ. പിന്നെ ഇവർ 3 പാത്രത്തിൽ നിന്നും കാശ് എടുത്ത് കഴിക്കും. അപ്പോൾ അതൊക്കെ ഭയങ്കര പ്രശ്നമാണ് ഗൈസ്. ഇപ്പോൾ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആഭ്യന്തര കലാപമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു 3 പേരും. നിഖിലേട്ടന് ചേച്ചി ഗിഫ്റ്റ് കൊണ്ട് കൊടുക്കുക കേട്ടോ. ഷർട്ട് ഇടുന്നുണ്ടാണ്ട് നിൽക്കുകയാണ്. ഇപ്പോൾ ഒരു ഫോൺ കോൾ വന്നു. അപ്പോൾ നിഖിലേട്ടൻ പറഞ്ഞു, ഓ ചേച്ചി ഇപ്പോൾ വേണ്ട, ഞാൻ ഷർട്ട് ഇട്ടിട്ട് ഇങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയി നിൽക്കും, അതേപോലെ ചെയ്താൽ മതി, ഒരാഴ്ച കൂടി തിരിച്ചു വരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരാഴ്ചയും കൂടി നമ്മുടെ പാറൂട്ടനെ കൊണ്ട് ഗിഫ്റ്റ് കൊടുത്തയക്കുന്നുണ്ട്. മഴക്കാലത്ത് ഇടാൻ വേണ്ടി ചേട്ടൻ വാങ്ങിച്ചു എനിക്ക് ചെരുപ്പ്. അതുണ്ട്. ചേട്ടൻ വാങ്ങിച്ചത് ചെരുപ്പാണ്. അപ്പോൾ ചെരുപ്പ് കറക്റ്റ് സൈസിനുള്ള ചെരുപ്പ് തന്നെയാണ്. മുണ്ടൊക്കെ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ മഴക്കാലത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. നിഖിൽചാൻ്റെ കയ്യിലുള്ള മറ്റേ ക്രോക്സ് ആണ്, മറ്റേ ആമ പോലെ ഇരിക്കുന്ന ചെരുപ്പാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നന്നായി. ചേട്ടൻ ഇല്ലാത്തൊരു സംഭവമാണ്. പിന്നെ ചെരുപ്പൊക്കെ എനിക്ക് വാങ്ങിക്കാൻ അറിയില്ല. ഒരു സൈസും സംഭവങ്ങളൊക്കെ പല ബ്രാൻഡിനും പല തരത്തിലായിരിക്കും. അപ്പോൾ എന്തായാലും പിറന്നാളായിട്ട് ചേട്ടൻ എന്തായാലും ഗിഫ്റ്റ് കിട്ടില്ലെന്ന് പറയണ്ട. ചേട്ടൻ നല്ലൊരു ഗിഫ്റ്റ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഇവിടെ ആണെങ്കിൽ നല്ല അങ്കാണ് ഗൈസ്. നമ്മുടെ അല്ലൂസ് നിർത്തിയിട്ടില്ല അവൻ്റെ സങ്കടം. ദേ കത്തി നമ്മുടെ ഐനൂസ് വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. കണ്ടല്ലോ നമ്മുടെ നിഖിലേട്ടൻ്റെ ബർത്ത്ഡേ വിശേഷങ്ങൾ ഇത്രയൊക്കെയായിരുന്നു. അപ്പോൾ ഈ വർഷത്തെ അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ ഒരു സീരീസ് കഴിഞ്ഞിട്ട് എല്ലാവരുടെ പിറന്നാളും ഞങ്ങൾ അടിച്ചു പൊളിച്ച് ആഘോഷിച്ചിട്ടുണ്ട്. ഇനി നമ്മളെ മക്കളെ പിറന്നാൾ ഇങ്ങനെ റിപ്പീറ്റ് വരാൻ പോവാണ്. അതും ഞങ്ങൾ നല്ല രീതിക്ക് ആഘോഷിക്കാൻ പറ്റുന്നതാണ് ഞങ്ങളുടെ വിശ്വാസം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനലൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ചേച്ചാ.